നമുക്കെല്ലാം അറിയാവുന്ന പോലെ സമുദ്രത്തിലെ ഏറ്റവും വലിയ ജീവി തിമിംഗലവും മറ്റു ജീവികളെ വേട്ടയാടുന്നതിൽ കേമൻ സ്രാവുമാണ്. എന്നാൽ ഇവർ വരെ ഭയപ്പെടുന്ന മറ്റൊരാളുണ്ട് കടലിൽ. തിമിംഗലത്തെ പോലും വേട്ടയാടാൻ കഴിയുന്ന ഒരാൾ. ഓർക്കയും തിമിംഗലവും സ്രാവുമെല്ലാം ഒരു കുടുംബത്തിൽ പെട്ടവരാണ്. ഡോൾഫിൻ വർഗത്തിലെ തന്നെ ഏറ്റവും വലിയ ഡോൾഫിൻ ആണ് ഓർക്ക. ഇവയെ ബ്ലാക്ക് ഫിഷ് അല്ലെങ്കിൽ കില്ലർ വൈൽ എന്നീ പേരുകളിലും ഇവയെ അറിയപ്പെടുന്നു. ഓർക്ക എന്ന പേരിന്റെ ആധാരം പാതാളലോകത്തിന്റെ നാഥൻ എന്നറിയപ്പെടുന്ന റോമാനിയൻ ദൈവമായ ഓർഫ്സിനെ സൂചിപ്പിക്കുന്നതാണ്. പൂർണ്ണമായ വളർച്ചയെത്തിയ ഒരു ഓർക്ക ഏകദേശം 5 മുതൽ 8 മീറ്റർ നീളത്തിൽ വരെ വളരുന്നു. ഇവയുടെ ഭാരം ഏകദേശം 6000-ലേറെയാണ്. 54 കിലോമീറ്റർ വേഗതയിൽ വരെ ഇവർക്ക് സഞ്ചരിക്കാനും കഴിയാറുണ്ട്. ഓർക്കകൾ വലിയൊരു കുടുംബമായാണ് വസിക്കുന്നത്. ഇങ്ങനെ ഒരു ഓർക്ക കുടുംബത്തിൽ 4 മുതൽ 30 ഓർക്കകൾ വരെ ഉണ്ടാകാറുണ്ട്. ആ കുടുംബത്തെ പോറസ് എന്നാണ് വിളിക്കുന്നത്. ഇവർ വേട്ടയാടുന്നതും ഒരു കൂട്ടമായിട്ടാണ്. സ്രാവുകളുടെ കരളാണ് ഇവരുടെ ഇഷ്ടഭക്ഷണം. സ്രാവുകളെ ഒരു കൂട്ടമായി ആക്രമിച്ച് അതിൻ്റെ കരൾ മാത്രം അവർ ഭക്ഷിക്കുന്നു. ബാക്കി ശരീരഭാഗം അവിടെ ഉപേക്ഷിക്കുന്നു. അങ്ങനെ അത്തരത്തിൽ ജീവൻ നഷ്ടമായ ഒട്ടനവധി സ്രാവുകൾ ദിനംപ്രതി കരയ്ക്കടിയാറുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ജീവിയായ നീലതിമിംഗലത്തെ പോലും ഇവർ ഒരു കൂട്ടമായി ചേർന്ന് ആക്രമിച്ച് ഭക്ഷണമാക്കുന്നു. സ്രാവുകളുടെ കരളിനെയാണ് ലക്ഷ്യം വയ്ക്കുന്നതെങ്കിലും ഇവിടെ തിമിംഗലങ്ങളുടെ നാവിനെയാണ് ഭക്ഷണമാക്കുന്നത്. ഇവർ ഒരു വിചിത്രമായ ശബ്ദം പുറപ്പെടുവിപ്പിക്കാറുണ്ട്. അത് ഉപയോഗിച്ച് അവർ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. 3 തരത്തിലുള്ള ശബ്ദമാണ് ഉണ്ടാക്കാറുള്ളത്. ഇതുപോലെ ഇങ്ങനെ ഈ ഉണ്ടാക്കുന്ന സൗണ്ട് ഉപയോഗിച്ച് അവർക്ക് 500 അടി ദൂരത്തുള്ള മറ്റു ഓർക്കകളിലേക്ക് വിവരം കൈമാറാൻ കഴിയും. ഇവർക്ക് മനുഷ്യരുടെ ശബ്ദം കേട്ട് ആ ശബ്ദം അവർക്ക് തിരിച്ച് അതുപോലെ അനുകരിക്കാനും കഴിയും. ഓർക്കകൾ പലതരത്തിൽ ഉണ്ട്. സൗത്ത് പസഫിക് സമുദ്രത്തിൽ 2 തരത്തിലുള്ള ഓർക്കകൾ ഉണ്ട്. അതിൽ ഒന്ന് റെസിഡന്റ് ഓർക്കയും മറ്റൊന്ന് ട്രാൻസിയന്റ് ഓർക്കയും. ഒന്നാമത്തെ വിഭാഗം റെസിഡന്റ് ഓർക്കകൾ. ഇവർ പ്രധാനമായും മീനുകളെയാണ് ഭക്ഷണമാക്കുന്നത്. രണ്ടാമത്തെ വിഭാഗം ട്രാൻസിയന്റ് ഓർക്കകൾ. ഇവർ ഒരുപാട് ദൂരം സഞ്ചരിക്കാറുണ്ട്. ഇവർ നീർനായകൾ, മീനുകൾ, തിമിംഗലങ്ങൾ തുടങ്ങിയവയെല്ലാം ആക്രമിച്ച് ഭക്ഷണമാക്കുന്നു. ട്രാൻസിയന്റ് ഓർക്കകൾ ഇരപിടിക്കുന്ന നേരത്ത് ശബ്ദമൊന്നും ഉണ്ടാക്കാറില്ല. മുൻപ് പറഞ്ഞ ഓർക്കകളെ പോലെ ശബ്ദത്തിന്റെ സഹായത്തിലല്ല ഇവർ ഇരകളെ കീഴ്പ്പെടുത്തുന്നത്. റെസിഡന്റ് ഓർക്കയും ട്രാൻസിയന്റ് ഓർക്കയും പരസ്പരം ശത്രുക്കളാണ്. ഇവർ പരസ്പരം ഏറ്റുമുട്ടാറുണ്ട്. ഓർക്കകൾ ഇതുവരെ കടലിൽ വെച്ച് മനുഷ്യരെ ആക്രമിച്ചതായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഇവരെ വളർത്തി ട്രെയിനിങ് നൽകാനായി കൊണ്ടുപോയപ്പോൾ അവിടെ ഒരു 5 പേരെയോളം ജീവൻ നഷ്ടമായിട്ടുണ്ട്. ആ ജീവൻ നഷ്ടമായവരെല്ലാം അതിനെ ട്രെയിൻ ചെയ്യാൻ വന്ന ട്രെയിനർമാരായിരുന്നു.